നമസ്കാരം. ഇലക്ട്രീഷ്യൻ ട്രേഡിന്റെ ഈ മോഡ്യൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സെഷനിൽ കൺട്രോൾ ക്യാബിനറ്റുകളുടെ ഡിസൈൻ ലേഔട്ട്, കൺട്രോൾ ഘടകങ്ങൾ കൂട്ടിച്ചേർക്കുക, 3 മോട്ടോറുകളുടെ സീക്വൻഷ്യൽ കൺട്രോളിനുള്ള വയറിംഗ് ആക്സസറികൾ എന്നിവയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഈ സെഷന്റെ ഭാഗമായി നിങ്ങൾ 3 മോട്ടോറുകളുടെ തുടർച്ചയായ നിയന്ത്രണത്തിനായി നിയന്ത്രണവും പവർ സർക്യൂട്ടും എങ്ങനെ വരയ്ക്കാം, നിയന്ത്രണ പാനലിൽ ലേഔട്ട് അടയാളപ്പെടുത്തുക, ഡിൻ റെയിലും അനുബന്ധ ഉപകരണങ്ങളും മൗണ്ട് ചെയ്യുക, ആക്സസറികൾ വയറപ്പ് ചെയ്യുക, റൂട്ടിംഗ്, ബഞ്ചിങ്, ടൈയിങ് എന്നിവയിലൂടെ വയറിംഗ് ക്രമീകരിക്കുക, 3 മോട്ടോറുകളുടെ തുടർച്ചയായ നിയന്ത്രണത്തിനായി കൺട്രോൾ പാനൽ പരിശോധിക്കുക എന്നിവ പഠിക്കും. അതിനായി ആവശ്യമായ ഘടകങ്ങളും ഉപകരണങ്ങളും ഇവയൊക്കെയാണ്: ട്രെയിനീസ് ടൂൾ കിറ്റ് ഒരെണ്ണം, സ്ക്രൈബർ 100 mm ഒരെണ്ണം, ഹാക്സോ ഫ്രെയിം ബ്ലേഡോടുകൂടി 300 mm ഒരെണ്ണം, ഹാൻഡ് ഡ്രില്ലിംഗ് മെഷീൻ 6 mm കപ്പാസിറ്റി ഒരെണ്ണം, HSS ഡ്രിൽ ബിറ്റ് 6 mm ആൻഡ് 3 mm ഒരെണ്ണം, റൗണ്ട് നോസ് പ്ലയർ 150 mm ഒരെണ്ണം, ക്രിംപിംഗ് ടൂൾ 200 mm ഒരെണ്ണം, ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഒരെണ്ണം, മെഗർ 500 വോൾട്ട് ഒരെണ്ണം, എയർ ബ്രേക്ക് കോൺടാക്ടർ 4 പോൾ 16 ആംപ്സ് 240 വോൾട്ട്സ് 3 എണ്ണം, തെർമൽ ഓവർലോഡ് റിലേ 0 to 15 ആംപ്സ് 415 വോൾട്ട് 3 എണ്ണം, കൺട്രോൾ ട്രാൻസ്ഫോമർ 415 വോൾട്ട് ഓർ 240 വോൾട്ട് ഒരെണ്ണം, ടൈമർ റിലേ കോൺടാക്ടർ 415 വോൾട്ട് 2 എണ്ണം, MCB 3 പോൾ 415 വോൾട്ട് 16 ആംപിയർ ഒരെണ്ണം, പുഷ് ബട്ടൺ റെഡ് ഓർ ഗ്രീൻ ഒരെണ്ണം, ഇൻഡിക്കേറ്റർ ലാമ്പ് വിത്ത് ഹോൾഡർ 7 എണ്ണം, ലിമിറ്റ് സ്വിച്ചസ് 2 എണ്ണം, ഫ്യൂസ് ബേസ് കാരിയറോട് കൂടെ 9 എണ്ണം, MCB 2 പോൾ 4 ആംപിയർ ഒരെണ്ണം, MCB സിംഗിൾ പോൾ 2 ആംപിയർ ഒരെണ്ണം, റേസ് വേസ് 2 മീറ്റേഴ്സ്, വയർ ക്ലിപ്സ് 10 എണ്ണം, ഡിൻ റെയിൽ ഓർ G ചാനൽ 1 മീറ്റർ, 1.5 സ്ക്വയർ മില്ലിമീറ്റർ കോപ്പർ കേബിൾ 660 വോൾട്ട് ആവശ്യാനുസരണം, ടെർമിനൽ കണക്ടേഴ്സ് ആവശ്യാനുസരണം, വയർ ഫെറ്റ്യൂൾ ആവശ്യാനുസരണം, ഗ്രോമെറ്റ്സ് ആവശ്യാനുസരണം, ലഗ് ഓർ തിമ്പിൾ ആവശ്യാനുസരണം, കേബിൾ ബൈൻഡിംഗ് സ്ട്രാപ്സ് ആൻഡ് ബട്ടൺസ് ആവശ്യാനുസരണം, നൈലോൺ കേബിൾ ടൈസ് 10 എണ്ണം, അസോർട്ടഡ് സൈസ് ബോൾട്ടുകളും നട്ടുകളും ആവശ്യാനുസരണം. പരീക്ഷണം ആരംഭിക്കുന്നതിന് മുൻപ് 3 മോട്ടോറുകളുടെ സീക്വൻഷ്യൽ കൺട്രോൾ മനസ്സിലാക്കാം. മോട്ടോറുകളുടെ ആരംഭിക്കുന്നതോ നിർത്തുന്നതോ ആയ ഒരു മുൻകൂട്ടി നിശ്ചയിച്ച ക്രമം നിലനിർത്തുക എന്നതാണ് സീക്വൻഷ്യൽ കൺട്രോളിന്റെ ഉദ്ദേശം. ഈ സീക്വൻഷ്യൽ കൺട്രോളിൽ മാനുവൽ ഇടപെടൽ ഇല്ലാതെ സ്വയമേ പ്രവർത്തിക്കുന്ന ഒരു ഓൺ ഡിലേ ടൈമർ ഞങ്ങൾ ഉപയോഗിക്കുന്നു. ഇത് മാനുവൽ ഓപ്പറേഷന്റെ ആവശ്യകത ഇല്ലാതാക്കുന്നു. ഓട്ടോമാറ്റിക് സീക്വൻഷ്യൽ കൺട്രോൾ നേടുന്നതിനുള്ള ഏറ്റവും മികച്ചതും എളുപ്പവുമായ മാർഗങ്ങളിലൊന്നായി ടൈമർ നിയന്ത്രണം മാറുന്നു. 3 മോട്ടോറുകളുടെ സീക്വൻഷ്യൽ കൺട്രോളിനായി കൺട്രോളും പവർ സർക്യൂട്ടും വികസിപ്പിക്കുക. കൺട്രോളും പവർ സർക്യൂട്ട് ഡയഗ്രമും വരയ്ക്കുക. 3 മോട്ടോറുകളുടെ തുടർച്ചയായ സീക്വൻഷ്യൽ കൺട്രോൾ ഉള്ള കൺട്രോൾ സർക്യൂട്ടിന്റെ ഈ സ്കീമാറ്റിക് ഡയഗ്രാമിൽ L1, L4, L5, L6 എന്നീ ചിഹ്നങ്ങൾ ഇൻഡിക്കേറ്റിംഗ് ലൈറ്റ്സിനെ സൂചിപ്പിക്കുന്നു. C1, C2 കപ്പാസിറ്ററുകൾ, C1, C2, C3 റിലേ കോൺടാക്റ്റുകൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. കൂടാതെ T1, T2 ടൈമർ റിലേയെ സൂചിപ്പിക്കുന്നു. ഇവിടെ ഞങ്ങൾ ഓൺ ഡിലേ ടൈമർ കോൺടാക്റ്റുകൾ ഉപയോഗിക്കുന്നു. ഓവർലോഡ് കറണ്ടുകളിൽ നിന്ന് മോട്ടറിനെ സംരക്ഷിക്കാൻ OLR അഥവാ ഓവർലോഡ് റിലേ. ആ ഘടകങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ 3 മോട്ടോറുകളുടെ സീക്വൻഷ്യൽ കൺട്രോളിനായി ഞങ്ങൾ ഒരു കൺട്രോൾ സർക്യൂട്ട് നിർമ്മിക്കാൻ പോകുന്നു. നമുക്ക് ഇപ്പോൾ ലേഔട്ട് വരച്ച് കൺട്രോൾ പാനലിൽ ലേഔട്ട് അടയാളപ്പെടുത്താം. വികസിപ്പിച്ച കൺട്രോൾ സർക്യൂട്ട് ഡയഗ്രാം അനുസരിച്ച് 3 മോട്ടോറുകളുടെ സീക്വൻഷ്യൽ കൺട്രോളിനായി ലേഔട്ട് ഡയഗ്രാം വരയ്ക്കുക. ആവശ്യമായ ആക്സസറികൾ തിരഞ്ഞെടുത്ത് പരിശോധിക്കുക. ഒരു സ്റ്റീൽ റൂളറും സ്ക്രൈബറും ഉപയോഗിച്ച് കൺട്രോൾ പാനലിനുള്ളിലെ ലേഔട്ട് അടയാളപ്പെടുത്തുക. ലേഔട്ട് അനുസരിച്ച് ഡിൻ റെയിൽ, റേസ് വേകൾ അടയാളപ്പെടുത്തി മുറിക്കുക. ഐസൊലേറ്റർ, കൺട്രോൾ ട്രാൻസ്ഫോമർ, ഡിൻ റെയിലുകൾ, റേസ് വേകൾ എന്നിവ അടയാളപ്പെടുത്തുന്നതിനനുസരിച്ച് ഫിക്സിംഗ് ഹോളുകൾ അടയാളപ്പെടുത്തി കൺട്രോൾ പാനലിൽ ഡ്രിൽ ചെയ്യുക. ഫിക്സിംഗ് സ്ക്രൂ ഉപയോഗിച്ച് കൺട്രോൾ ആക്സസറികൾ, റേസ് വേകൾ, ഡിൻ റെയിലുകൾ എന്നിവ ഉറപ്പിക്കുക. അവസാനമായി അടയാളപ്രകാരം ഇൻഡിക്കേറ്റർ ലാമ്പ്, പുഷ് ബട്ടൺ, വയർ ക്ലിപ്പുകൾ എന്നിവയ്ക്കായി പാനലിന്റെ മുൻവാതിലിൽ ആവശ്യമായ ദ്വാരങ്ങൾ ഉണ്ടാക്കാൻ ഡ്രില്ലുകൾ ഉപയോഗിക്കുക. 3 മോട്ടോറുകളുടെ സീക്വൻഷ്യൽ കൺട്രോളിനായി നമുക്ക് കൺട്രോളും പവർ സർക്യൂട്ടും വയർ ചെയ്ത് പരിശോധിക്കാം. ലേഔട്ട് ഡയഗ്രാം അനുസരിച്ച് കൺട്രോൾ പാനലിലെ റിലേ കോൺടാക്റ്റുകൾ, OLR, ടൈമറുകൾ, പുഷ് ബട്ടണുകൾ, ലാമ്പുകൾ, മറ്റു ആക്സസറികൾ എന്നിവ പോലുള്ള കൺട്രോൾ ആക്സസറികൾ ഉറപ്പിക്കുക. ലേഔട്ട് അനുസരിച്ച് കേബിൾ അളന്നു മുറിക്കുക. ലേഔട്ട് അനുസരിച്ച് ടെർമിനലുകളുടെ 2 അറ്റത്തും ഫെറൂൾ നമ്പറുകൾ ചേർക്കുക. എളുപ്പമുള്ള അറ്റകുറ്റപ്പണികൾക്കായി കുറച്ച് അധിക നീളമുള്ള വയറുകൾ റേസ് വേയിൽ വിടുക. റേസ് വേകളിൽ വയറുകൾ ഓരോന്നായി ഇടുക. വയറുകളുടെ ക്രോസ് ഓവർ ഒഴിവാക്കുക. ക്രോസ് ഒഴിവാക്കുവാൻ വെർട്ടിക്കൽ വയറുകൾക്ക് മുകളിലൂടെ ഒരു ഹൊറിസോണ്ടൽ റൺ ആകാം. വയറുകളുടെ അറ്റങ്ങൾ കളയുക. അനുയോജ്യമായ ലഗുകൾ, തിമ്പിൾസ് ഉപയോഗിച്ച് ക്രിംപ് ചെയ്യുക. സർക്യൂട്ട് ഡയഗ്രാം അനുസരിച്ച് പവറും കൺട്രോൾ സർക്യൂട്ടിന്റെ വയറുകളും ബന്ധിപ്പിക്കുക.
റേസ് വേകളിൽ വയറുകൾ റൂട്ട് ചെയ്യുക. കേബിൾ ബൈൻഡിംഗ്, സ്ട്രാപ്പുകളും ബട്ടണും ഉപയോഗിച്ച് റേസ് വേകളിലെ വയറുകൾ പഞ്ച് ചെയ്ത് കെട്ടുക. വയറിങ്ങിന് മുകളിലൂടെ PVC റേസ് വേകൾ മറയ്ക്കുക. റേസ് വേകൾ മൂടുമ്പോൾ കേബിൾ ചതഞ്ഞരഞ്ഞു പോകാതിരിക്കാൻ ആവശ്യമായ ശ്രദ്ധ ചെലുത്തുക. ഹിഞ്ച്ഡ് വാതിലുകളിൽ വയറുകളുടെ യു-ലൂപ്പുകൾ ഉണ്ടാക്കുക. ബഞ്ച് ചെയ്ത വാതിലുകളിൽ കേബിളുകൾ കെട്ടുക. പാനൽ ഡോറിൽ കേബിളുകൾ പിടിപ്പിക്കാൻ അനുയോജ്യമായ സ്ഥലങ്ങളിൽ വയർ ക്ലിപ്പുകൾ പിടിപ്പിക്കുക. യു-ലൂപ്പ് പാനൽ വാതിലിന്റെ ചലനത്തെയും അടയുന്നതിനെയും തടസ്സപ്പെടുത്തരുത്. ഡയഗ്രാമും ടെർമിനൽ ഡീറ്റെയിൽസും അനുസരിച്ച് ഇൻകമിംഗ് ഔട്ട്ഗോയിങ് ടെർമിനലുകൾ ബന്ധിപ്പിക്കുക. ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഗ്രോമറ്റുകൾ ഉപയോഗിക്കുക. പാനൽ ഡോർ, കൺട്രോൾ ട്രാൻസ്ഫോമർ, മോട്ടോറുകൾ എന്നിവയെ എർത്ത് ചെയ്യുക. ഒന്നിലധികം എർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ സാധാരണ എർത്ത് ടെർമിനലുകളും സ്ട്രിപ്പുകളും ഉപയോഗിക്കുക. പാനലിന്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് അളക്കുക. IR മൂല്യം 1 മെഗാ ഓമിൽ കുറവാണെങ്കിൽ ഉചിതമായ പരിഹാര നടപടി സ്വീകരിക്കുക. മോട്ടറിന്റെ ഫുൾ ലോഡ് കറന്റിനനുസൃതമായി OLR സജ്ജമാക്കുക. 3 മോട്ടോറുകളുടെ തുടർച്ചയായ നിയന്ത്രണത്തിനായി കൺട്രോൾ പാനൽ പരിശോധിക്കുന്നതിനുള്ള നടപടികൾ. മോട്ടോറുകൾക്കുള്ള വയറിംഗ് കണക്ഷനുകൾ കൃത്യവും സുരക്ഷിതവുമാണെന്ന് പരിശോധിക്കുക. വയറിംഗ് ഡയഗ്രാം യഥാർത്ഥ വയറിംഗുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. കൺട്രോൾ പാനലിലേക്കുള്ള പവർ ഓണാക്കുക. മോട്ടോറുകൾക്ക് സ്വീകാര്യമായ പരിധിക്കുള്ളിൽ വൈദ്യുതി വിതരണം ഉറപ്പാക്കുക. ആദ്യം കൺട്രോൾ പാനലിന്റെ കൺട്രോൾ സർക്യൂട്ട് സപ്ലൈ മാത്രം ഓണാക്കുക. ഡിഫോൾട്ട് ഡയറക്ഷനിൽ മോട്ടോർ 1 ആരംഭിക്കാൻ സ്റ്റാർട്ട് ബട്ടൺ അമർത്തുക. ബന്ധപ്പെട്ട കോൺടാക്ടർ പിക്കപ്പ് ഉറപ്പാക്കുക. ടൈമറുകളുടെ സമയക്രമീകരണം അനുസരിച്ച് മോട്ടോർ 2, 3 എന്നിവയുടെ റിലേ കോൺടാക്റ്റുകൾ എടുക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക. സമയം പരിശോധിക്കാൻ നിങ്ങൾക്ക് ഒരു ടൈമർ അല്ലെങ്കിൽ സ്റ്റോപ്പ് വാച്ച് ഉപയോഗിക്കാം. മോട്ടോർ കോൺടാക്റ്റുകൾ ക്രമേണ ഡ്രോപ്പ് ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കാൻ സ്റ്റോപ്പ് ബട്ടണുകൾ പരിശോധിക്കുക. കൺട്രോൾ സർക്യൂട്ട് പ്രവർത്തനം തൃപ്തികരമാണെങ്കിൽ പവർ സർക്യൂട്ടിന്റെ പ്രധാന വൈദ്യുതി വിതരണം ഓണാക്കുക. ഓരോ മോട്ടോർ സ്വിച്ചും ഓരോന്നായി ഓണാക്കുക. ഓരോ മോട്ടറും പ്രതീക്ഷിച്ചതുപോലെ ഓണാക്കുന്നതും ഓഫാക്കുന്നതും പരിശോധിക്കുക. മോട്ടർ അതിന്റെ സ്വീകാര്യമായ കറന്റിന്റെയും വോൾട്ടേജിന്റെയും പരിധിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. മോട്ടോറുകളുടെ ക്രമം പരിശോധിക്കുക. അവ ശരിയായ ക്രമത്തിൽ ഓണും ഓഫും ആകുന്നു എന്ന് ഉറപ്പാക്കുക. ശരിയായ സമയത്ത് മോട്ടോറുകൾ ഓണാക്കുന്നതും ഓഫാക്കുന്നതും ഉറപ്പാക്കാൻ സീക്വൻസിന്റെ ടൈമിംഗ് പരിശോധിക്കുക. സമയം പരിശോധിക്കാൻ നിങ്ങൾക്ക് ഒരു ടൈമർ അല്ലെങ്കിൽ സ്റ്റോപ്പ് വാച്ച് ഉപയോഗിക്കാം. പ്രതീക്ഷിക്കുന്നത് പോലെ മോട്ടോറുകൾ നിർത്തുന്നുവെന്ന് ഉറപ്പാക്കാൻ സ്റ്റോപ്പ് ബട്ടണുകൾ ഉപയോഗിക്കുക. അവസാനമായി കൺട്രോൾ പാനൽ വിശ്വസനീയമായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ നിരവധി തവണ പരിശോധന ആവർത്തിക്കുക. 3 മോട്ടോറുകളുടെ ഓട്ടോമാറ്റിക് സീക്വൻഷ്യൽ നിയന്ത്രണത്തിന്റെ ചില ഉദാഹരണങ്ങൾ. ഒരു ഭക്ഷ്യ സംസ്കരണ പ്രവർത്തനത്തിൽ ഒരു അന്തിമ ഉൽപ്പന്നം സൃഷ്ടിക്കുന്നതിന് വ്യത്യസ്ത ചേരുവകൾ സംയോജിപ്പിക്കുന്ന ഒരു മിക്സിംഗ് സിസ്റ്റത്തിന്റെ വിവിധ ഘടകങ്ങൾ പ്രവർത്തിക്കാൻ 3 മോട്ടോറുകൾ ഉപയോഗിക്കുന്നു. ഒരു പ്രിന്റിംഗ് പ്രസിന്റെ പ്രിന്റിംഗ് പ്രക്രിയയിൽ പേപ്പർ ഫീഡ്, മഷി വിതരണം, റോളർ ചലനം എന്നിവ നിയന്ത്രിക്കാൻ 3 മോട്ടോറുകൾ ഉപയോഗിക്കുന്നു. ഈ സജ്ജീകരണത്തിൽ നമ്മൾ കണ്ടത് കൺട്രോൾ പാനലിന്റെ ലേഔട്ട് എങ്ങനെ നിർമ്മിക്കാം, തുടർന്ന് 3 മോട്ടോറുകളുടെ തുടർച്ചയായ നിയന്ത്രണത്തിനായി നിയന്ത്രണവും പവർ സർക്യൂട്ടും എങ്ങനെ ബന്ധിപ്പിക്കാം, 3 മോട്ടോറുകളുടെ തുടർച്ചയായ പ്രവർത്തനം പരിശോധിക്കാം എന്നൊക്കെയാണ്. വരാനിരിക്കുന്ന സെഷനുകളിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയ വിഷയങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയ്ക്ക് ഈ ആശയങ്ങൾ ഒരു അടിത്തറയായിരിക്കും. ഈ സെഷനിലെ നിങ്ങളുടെ ശ്രദ്ധയ്ക്കും പങ്കാളിത്തത്തിനും നന്ദി. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.